ഒന്നും ഇല്ലാത്തവനായി ഞാൻ വന്നു, ഒന്നും ഇല്ലാത്തവനായി ഞാൻ തിരികെ പോകുന്നു. സർവ്വലോകങ്ങളും വെട്ടിപ്പിടിച്ച് കീഴടക്കിയതിനു ശേഷം 33 വയസ്സ് തികയുന്നതിൻ്റെ 1 മാസം മുമ്പ് മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ ഉള്ളിലെവിടെയോ താൻ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ തനിക്ക് വിലപ്പെട്ടതെന്തോ നഷ്ടപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണിത്. ഇത് മറ്റാരുമല്ല, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തോട് പറഞ്ഞ വാക്കുകളാണിത്. എന്നാൽ ലോകപ്രകാരം ഒന്നും സമ്പാദിക്കാത്ത 33.5 വയസ്സുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ കാൽവറിയിലെ ക്രൂശിൽ കിടന്നുകൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും വളരെ വിജയശ്രീലാളിതനായി ക്രൂശിൽ കിടക്കുകയാണ്. താൻ എന്തോ നേടിയെടുത്തു, അല്ലെങ്കിൽ തനിക്ക് വിലപ്പെട്ടതെന്തോ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു എന്ന ആത്മവിശ്വാസത്തോടുകൂടി, ആത്മസംതൃപ്തിയോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, സകലവും നിവർത്തിയായി എന്ന്. ഇവിടെ പ്രധാനമായിട്ടും 2 വ്യക്തി ജീവിതങ്ങളെക്കുറിച്ചുള്ള എക്സാമ്പിൾസ് ആണ്. ലോകമോഹങ്ങൾക്ക് പുറകെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു തൃപ്തിയുണ്ടോ എന്ന് ഈ നോമ്പ് കാലത്ത് നമ്മളൊന്ന് പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മളുടെയൊക്കെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ എന്തിൻ്റെയൊക്കെയോ പുറകെ എന്തൊക്കെയോ നേടുവാനായിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചു നേട്ടങ്ങൾക്കായിട്ടും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കായിട്ടും, അല്ലെങ്കിൽ നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ലോകത്തിൻ്റെ ഇംഗിതങ്ങൾക്കും ലോകത്തിൻ്റെ മോഹങ്ങൾക്കും പുറകെ പോയി ജീവിതം ഒരു പരാജയപ്പെട്ട അവസ്ഥയിലാണോ നമ്മൾ? ദൈവസ്നേഹത്തെക്കാളും ലോകത്തെ സ്നേഹിക്കുന്ന മനസ്സിൻ്റെ ഉടമകളായിരിക്കുകയാണ് ഇന്ന് നമ്മൾ. ഇവിടെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ചക്രവർത്തി ആയിരുന്നു അദ്ദേഹം. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ലോകപ്രകാരം നോക്കിയാൽ ഏറ്റവും അധികം സന്തോഷത്തോടുകൂടി ഈ ലോകത്തു നിന്നും യാത്രയാകേണ്ട മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകപ്രകാരമുള്ള ധാരാളം സമ്പത്തും പ്രൗഢിയും പ്രതാപങ്ങളും ഈ ലോകത്ത് താൻ എന്തൊക്കെ നേടാമോ, അല്ലെങ്കിൽ തനിക്ക് എന്തൊക്കെ നേടുവാൻ ആഗ്രഹിച്ചുവോ അതെല്ലാം നേടിയ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി. എന്നാൽ അദ്ദേഹം തൻ്റെ മരണസമയത്ത് വളരെ നിരാശനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ലോകത്തെ മുഴുവൻ നേടാനായി എങ്കിലും വിലമതിക്കുന്നതായ ദൈവത്തിൻ്റെതായ സന്തോഷവും സമാധാനവും നേടാനായില്ല എന്ന നിരാശ അദ്ദേഹത്തെ വളരെയധികം അലട്ടിയിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ എപ്രകാരമുള്ള ഒരു ജീവിത രീതിയാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ലോകത്തിൻ്റെതായ മോഹങ്ങൾക്കും ലോകത്തിൻ്റെതായ ഇഷ്ടങ്ങൾക്കും പുറകെ പോകുന്ന ഒരു ജീവിതമാണോ നമ്മളുടേത്? നമ്മളുടേതായ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കും നമ്മളുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങൾക്കും നമ്മളുടേതായിട്ടുള്ള ചില ആസക്തികൾക്കും ലോകത്തിൻ്റെ ഇംഗിതങ്ങൾക്കും അനുസരിച്ച് ലോകത്തിൻ്റെ പുറകെ പോകുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാനവും ഒരു നിരാശാജനകമായ പരാജിതനെ പോലെ ആയിരിക്കും. ഇവിടെ അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തിൻ്റെ പുറകെ പോയിട്ട് ഒന്നും നേടാത്തവനായി മടങ്ങിയതുപോലെ ഒരു പക്ഷേ നമുക്കും മടങ്ങേണ്ടതായിട്ട് വരും. എന്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്? ദൈവസ്നേഹത്തിനാണോ അതോ ലോകസ്നേഹത്തിനാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ മറിച്ച് ക്രിസ്തുവിനെ നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തിയാൽ ഒരു ചില്ലിക്കാശ് പോലും സമ്പാദ്യമില്ലാത്തവൻ, ഈ ലോകത്ത് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. ലോകപ്രകാരം നോക്കിയാൽ പരാജിതനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പിറന്നു വീഴാൻ ഒരിടം പോലും ഇല്ലാത്തവനായിരുന്നു. നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയുണ്ട്: പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്ക്കാൻ മണ്ണിനിടമില്ല. കയറിക്കിടക്കാൻ ഒരിടം പോലും ഇല്ലാഞ്ഞിട്ടും വളരെ സംതൃപ്തിയോടുകൂടി ജീവിതത്തിൽ വിജയിച്ചവനായി ക്രിസ്തുവിന് മടങ്ങാനായി സാധിച്ചു എന്നുള്ളത്. അതെന്തുകൊണ്ടാ? ക്രിസ്തു ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി ആയതുകൊണ്ടാണ്. തനിക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് തൻ്റെ ജീവിതത്തെ ഒരു ബലിയായി അല്ലെങ്കിൽ ഒരു യാഗമായി അർപ്പിക്കുകയായിരുന്നു ക്രിസ്തു ഇവിടെ ചെയ്തത്.
അപരന് വേണ്ടി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ജീവിതം നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ സ്വന്തമായി നേട്ടം ഉണ്ടാക്കുക എന്നതിലുപരി മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്രദമാവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 7 വാക്യത്തിൽ പറയുന്നുണ്ട്, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുവാനും സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുവാനും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുവാനും സാധിച്ചാൽ. ഇതൊക്കെയാണ് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പുഞ്ചിരിയെങ്കിലും സമ്മാനിക്കുവാനായിട്ട് സാധിച്ചാൽ അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ഈ നോമ്പ് കാലത്ത് ആരുടെയെങ്കിലും ജീവിതത്തിൽ നമുക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നൽകുവാനായിട്ട് സാധിച്ചുവെങ്കിൽ, അവരുടെ ജീവിതത്തിൽ ഒരു കരുതലിൻ്റെ തണലായി മാറുവാൻ സാധിച്ചുവെങ്കിൽ അതൊക്കെയും വലിയൊരു അനുഗ്രഹമാണ്. ഇന്ന് നമുക്ക് ചുറ്റുപാടും നോക്കിയാൽ നമ്മുടെ സ്നേഹം ആഗ്രഹിക്കുന്നവരെ, നമ്മുടെ കരുതൽ ആഗ്രഹിക്കുന്നവരെ, നമ്മുടെ കരുണ ആഗ്രഹിക്കുന്നവരെ ഒക്കെയും നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഭവനത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സഭയിലായിരിക്കാം, നമ്മുടെ ചുറ്റുപാടുമായിരിക്കാം. അങ്ങനെ എത്രയോ പേർ നമ്മുടെ കരുതലിനായും കരുണയ്ക്കായും സ്നേഹത്തിനായും ആഗ്രഹിക്കുന്നു. അവർക്കൊക്കെയും ഒരു താങ്ങാകുവാൻ, അവർക്കൊക്കെയും ഒരു തണലാകുവാൻ, ക്രിസ്തുവിനെ പോലെയാകുവാൻ, ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയുള്ളവരായി തീരുവാൻ സാധിച്ചാൽ അതാണ് ഈ നോമ്പ് കാലത്തെ ഏറ്റവും അനുഗ്രഹീതമായ ജീവിതം. അപ്രകാരമുള്ള ഒരു നോമ്പിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ക്രിസ്തു എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചുവോ അതുപോലെ നമ്മുടെ ജീവിതവും ഈ നോമ്പ് കാലത്ത് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ സാധ്യമായാൽ അതും ദൈവത്തിന് പ്രസാദമുള്ള നോമ്പാണ്. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും നിത്യനും അതിപരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, വീണ്ടും ഒരു നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കുവാനും കുറവുകളെ നികത്തി അങ്ങയുടെ സൗരഭ്യവാസനയുള്ളവരായി തീരുവാനും ഇനിയുള്ള ജീവിതം ലോകത്തിൽ ജീവിക്കുമ്പോൾ അങ്ങയെ അനുകരിച്ച് അങ്ങയുടെ മാതൃക പിന്തുടർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.